ഹലോ, ഇന്നത്തെ റെസിപ്പി ബ്രെഡും കൊണ്ടൊരു ടോസ്റ്റാണ്. ബ്രെഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കിക്കോ. വെറും 3 ചേരുവ മാത്രമേ നമ്മളിതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളൂ. കുഞ്ഞു മക്കളൊക്കെ ഉള്ള വീട്ടിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. നമുക്ക് ഇന്നത്തെ റെസിപ്പി ബ്രെഡ് കൊണ്ട് ഈസി ആയിട്ടൊരു ടോസ്റ്റ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ബ്രെഡ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഒന്നുകിൽ നമുക്ക് ചതുര കഷ്ണങ്ങളായിട്ടോ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ക്രോസായിട്ടോ ഇത് മുറിച്ചെടുക്കാം. എന്നിട്ട് ഇങ്ങനെ ക്രോസായിട്ട് ഞാനിപ്പോൾ ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊരു ചെറിയൊരു ബാറ്ററുണ്ട്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ബാറ്റർ തയ്യാറാക്കാൻ വേണ്ടി 2 കോഴിമുട്ട ഇവിടെ എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. ഇനി ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര, അതായത് ബ്രെഡിൽ കുറച്ച് മധുരം ഉണ്ടായിരിക്കും, അതിലും കുറച്ച് നിങ്ങൾക്ക് ഒരുപാട് മധുരം ഇട്ട് കളയല്ലേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കയും പഞ്ചസാരയും കൂടെ പൊടിച്ചതാണ്, അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മൂന്നും കൂടി നമുക്ക് ഒന്നുകിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഇതുപോലൊരു വിസ്കോ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് പഞ്ചസാര വേണമെങ്കിൽ മിക്സിയിൽ നന്നായിട്ട് പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ നന്നായിട്ട് ഇളക്കി പഞ്ചസാര അലിയിക്കാൻ നോക്കുക. നന്നായിട്ട് ഇപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെയാണ് ടോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അതിനുവേണ്ടി അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒന്നുകിൽ നമുക്ക് ഓയിലോ നെയ്യ് ബട്ടർ എന്തെങ്കിലും വേണമെങ്കിലും നമുക്ക് നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇപ്പം സൺഫ്ലവർ ഓയിലാണ്. ഇനി നമ്മുടെ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രെഡ് നമ്മുടെ മുട്ടയുടെ കൂട്ടിൽ മുക്കി എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ശകലം എണ്ണയെ ഒഴിച്ചിട്ടുള്ളൂ, ഒരുപാട് എണ്ണ ഒഴിക്കരുത്. തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. ഇതുപോലെ മുട്ടയുടെ ബാറ്ററിൽ മുക്കി എക്സസ് ആയിട്ടുള്ളത് ഇങ്ങനെ കളയണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. നമുക്ക് ഒരു വശം ഇത് ചെറുതായിട്ടൊന്ന് സെറ്റായതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ 2 സൈഡും മൊരിഞ്ഞ് തയ്യാറാക്കി എടുക്കുക. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ തയ്യാറാക്കിയതിന് ശേഷം കാണിക്കാം. നമ്മുടെ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ മക്കൾക്ക് ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ, 4 മണിക്ക് ഉണ്ടാക്കി കൊടുക്കാനും ഇപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീട്ടിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തയ്യാറാക്കി നോക്കുക. തീർച്ചയായിട്ടും ഇത് ഇഷ്ടപ്പെടുന്നതായിരിക്കും. കുഞ്ഞു മക്കൾക്കാണിത് പ്രത്യേകിച്ചും ഇഷ്ടപ്പെടുന്നത്. നല്ല ടേസ്റ്റാണ്, നല്ല മധുരവും എല്ലാം ഉള്ളതാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.